ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വെൽക്കം ബാക്ക് ടു അനദർ ഒരു മൂവി റിവ്യൂ ആണ് സുഹൃത്തുക്കളെ. തമിഴിൽ നിന്ന് വന്നിട്ടുള്ള തലൈവർ തമ്പി തലൈമേൽ എന്ന് പറയുന്ന ജീവ അഭിനയിക്കുന്ന ഒരു മൂവിയെ കുറിച്ച് പറയാനാണ് സുഹൃത്തുക്കൾ നമ്മൾ വന്നത്. ടി അങ്ങനെയാണ് പടത്തിൻ്റെ ഒരു ഷോർട്ട് ഫോം വരുന്നത്. അതായത് ഇത് ആക്ച്വലി എന്താ പറയുക, ഒരു നമ്മുടെ ഈ മലയാളത്തിൽ വന്നിട്ടുള്ള ചില പടങ്ങളുടെ ഒരു 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 മെയിൻ പ്ലോട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിമിലാരിറ്റി ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്ന, എന്നാലൊട്ടും വേറെ ടൈപ്പിലോട്ട് ഇവർ മേക്ക് ചെയ്തിട്ടുള്ള ഒരു നൈസ് ഒരു പടമാണ് സുഹൃത്തുക്കളെ. ഫാലിമി മൂവി ചെയ്തിട്ടുള്ള നിതീഷ് സഹദേവാണ് ഈ പടം ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ മെയിൻ ലീഡായിട്ട് വരുന്നത് ജീവയാണ്. പിന്നെ അതുപോലെ നമ്മുടെ തമിഴ് മൂവീസിലുള്ള വേറെ കുറേ ആൾക്കാർ കൂടെ ചേർന്ന് വരുന്ന ഒരു കുഞ്ഞൊരു നൈസ് ഒരു പടമാണ് സുഹൃത്തുക്കളെ. ഇത് ആക്ച്വലി നമുക്ക് നമ്മുടെ മലയാളത്തിലുള്ള ജാനേമൻ മൂവിക്കകത്ത് നമ്മുടെ ബേസിലിൻ്റെ ബർത്ത്ഡേയും അപ്പുറത്തെ ഒരു മരണ വീട് എന്നുള്ള ആ ഒരു ടൈപ്പ് കോൺസെപ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു സംഭവം പോലൊക്കെ നമുക്ക് തോന്നിപ്പിക്കുന്ന ഇതിലുള്ള കോൺസെപ്റ്റാണ് ഇതിനകത്ത്. അതായത് ഇപ്പുറത്തെ വീട്ടിൽ കല്യാണം, അപ്പുറത്തെ വീട്ടിലൊരു മരണം. ഇത് രണ്ടും കൂടെ എന്താകും അവസ്ഥ, അല്ലെങ്കിൽ അവിടെ പ്രശ്നം നടക്കുമ്പോൾ ഇവിടെ പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ ഇവിടുത്തെ സിറ്റുവേഷൻ കാണാൻ അവിടെ പ്രശ്നം ഉണ്ടാവും. ഇങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ കാണിച്ചു പോകുന്നതും പറഞ്ഞു പോകുന്നതിലുള്ള കുഞ്ഞു പടമാണ്. ജീവ ആക്ച്വലി ഇതിനകത്തൊരു എന്താ പറയുക, ഒരു പഞ്ചായത്തിലെ ഒരു ചെറിയൊരു പൊളിറ്റീഷ്യനായിട്ടുള്ള രീതിയിലുള്ള ഒരാളായിട്ടാണ് പുള്ളിക്കാരൻ ചെയ്യുന്ന റോള്. പുള്ളിക്കാരൻ്റെ മേൽനോട്ടത്തിൽ ആ പഞ്ചായത്തിലുള്ള അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലുള്ള അല്ലെങ്കിൽ ആ നാട്ടിലുള്ള കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കല്യാണത്തിന് മേൽനോട്ടം വരുന്നുണ്ട്. ദെൻ ആണ് ഈ ഒരു മരണം സംഭവിക്കുന്നത്. അതിനുശേഷം എന്ത് സംഭവിച്ചു, ഈ മരണവും കല്യാണവും എല്ലാം കൂടെ തമ്മിൽ ക്ലാഷ് ആയോ, അല്ലെന്നുണ്ടെങ്കിൽ മരണം കാരണം കല്യാണം മുടങ്ങിയോ, ഇങ്ങനെയുള്ള കുറച്ച് കുഞ്ഞു പ്രശ്നങ്ങൾ എന്നാലോട്ട് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകത്തക്ക രീതിക്കുള്ള ഒരു പടമാണ്. പക്ഷേ ഇതിനകത്ത് ഒരു മെയിൻ വീക്കായിട്ട് അല്ലെങ്കിൽ ഒരു മെയിൻ ഫോൾട്ടായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നത്, ഇതിനകത്ത് ആക്ച്വലി കോമഡീസും കാര്യങ്ങളും ചെയ്യാനുള്ള നല്ലൊരു ആൾക്കാരില്ലായിരുന്നു. ഐ മീൻ ഇപ്പോൾ നമ്മുടെ തമിഴിൽ തന്നെ ചെയ്തിട്ടുള്ള കോമഡി റോൾസ് ചെയ്തിട്ടുള്ള സന്താനം ആയിക്കോട്ടെ, യോഗി ബാബു ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള കുറച്ചധികം ആൾക്കാരുണ്ടല്ലോ ഇപ്പോഴത്തെ ട്രെൻഡിൽ ഇരിക്കുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു പോരായ്മ ഭയങ്കരമായിട്ട് നമുക്ക് ആ ഒരു പടത്തിൽ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. കാരണം വെച്ചാൽ കോമഡി റോൾ അല്ലെങ്കിൽ കോമഡിക്ക് വേണ്ട, അല്ലെങ്കിൽ കോമഡി ചെയ്യേണ്ട, അല്ലെങ്കിൽ കോമഡിക്ക് ആവശ്യമുള്ള കുറേ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ മൂവിക്കകത്ത്. പക്ഷേ അതൊന്നും ഒരു വേണ്ട രീതിക്ക് യൂസ്ഡ് ആകാതെ പോയ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. കോമഡി റോൾ ചെയ്യുന്ന ആൾക്കാരും കൂടെ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ ഒരു ഫൺ എലിമെൻ്റായിട്ട് പോകേണ്ട കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇറ്റ്സ് എ നൈസ് മൂവി. ഈ വർഷം തമിഴിൽ നിന്ന് വന്ന അത്യാവശ്യം നല്ല ജീവയുടെ, എനിക്ക് തോന്നുന്ന ലാസ്റ്റ് ഇറങ്ങിയ ഒരു പടം ഉണ്ടല്ലോ, മറ്റേ ഈ ഒരു ഫിസിക്സ് പരമായിട്ടുള്ളത് ബ്ലാക്കോ അങ്ങനെ എന്തൊരു പടമുണ്ട്. അത് കുറച്ചും കൂടെ നമ്മളെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഒരു കൺഫ്യൂഷൻ ആകുന്ന. ബട്ട് അതർവൈസ് ജീവയുടെ കുറേ നാൾക്ക് ശേഷം വന്ന നല്ലൊരു പടം. എന്താ പറയുക, ഒരു വില്ലേജ്, ആ വില്ലേജിലുള്ള കുറേ ആൾക്കാർ, അവിടുത്തെ ഒരു പഞ്ചായത്തിലെ ഒരു പൊളിറ്റീഷ്യൻ ആയിട്ടുള്ള ഒരാൾ, ദെൻ അവിടെ ഉണ്ടാകുന്ന കുറേ സംഭവങ്ങൾ, ഇങ്ങനെ പറഞ്ഞൊരു കുഞ്ഞൊരു പടം. അപ്പം മെയിനായിട്ട് ഈ പറഞ്ഞ പോലെ ഈ കല്യാണവും മരണവും തമ്മിലുള്ള ഒരു ക്ലാഷ്, ഈ മരണം കാരണം കല്യാണം നടക്കുന്നുണ്ടോ നടക്കുന്നില്ലയോ, അല്ലെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഇതിനെല്ലാം കൂടെ ഒരു സൊല്യൂഷൻ ജീവയുടെ ക്യാരക്ടർ കണ്ടുപിടിക്കുന്നില്ലയോ. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്ന ഒരു കുഞ്ഞു പടമാണ്. ചുമ്മാ നമുക്ക് കാണാം, നൈസൊരു പടമാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും പോയി കാണുക. പിന്നെ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ നിന്നാണെങ്കിൽ പോലും ചെറിയ കാസ്റ്റിലുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് ഈ മൂവിക്കകത്ത്. അപ്പം എന്താ പറയുക, ഇറ്റ്സ് എ നൈസ് മൂവി. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ഭയങ്കര സംഭവം അല്ലെങ്കിൽ അങ്ങനത്തെ വലിയ കാര്യങ്ങളൊന്നുമില്ല. ബട്ട് എന്നാൽ പോലും ഡീസൻ്റായിട്ട് കാണാൻ പറ്റും. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഞാൻ ഈ പറഞ്ഞത് ജാനേമനകത്തെ ആ ഒരു അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ ആ ഒരു ടൈപ്പ് ഓഫ് സാധനങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വർക്കാവും. പക്ഷേ ജാനേമൻ പോലാണെന്ന് വെച്ചാൽ ജാനേമൻ പോലല്ല. ബട്ട് എന്നപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ അതിനകത്ത് ഒരു ബർത്ത്ഡേ, ഒരു മരണം, ഇതിനകത്തൊരു കല്യാണം, ഒരു മരണം. അങ്ങനത്തെ ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു നാട്, അല്ലെങ്കിൽ ആ ഒരു വീട്, അല്ലെങ്കിൽ ആ രണ്ട് വീട്ടുകാർ, അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാർ എങ്ങനെ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നു. അവിടെയുള്ള ചെറിയ ഇങ്ങനെ ഈ കൃമിയുള്ള ചില ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അവർ കാരണം ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, പ്രശ്നങ്ങൾ എങ്ങനെ സോൾവ് ആകുന്നില്ലയോ എന്നൊക്കെ രീതിക്കുള്ള ഒരു കാണിച്ചു തരുന്ന ഒരു കുഞ്ഞു പടമാണ്. എന്തായാലും നിങ്ങളെല്ലാവരും പോയി കാണുക. ഇറ്റ്സ് എ നൈസ് മൂവി. ഒരു വൺ ടൈം വാച്ചബിൾ സാധനമാണ് സുഹൃത്തുക്കളെ. ഈ കേസ് അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.